ഇന്നലെ നടന്ന റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് മത്സരം ശരിക്കും ഒരു ആവേശകരമായ പോരാട്ടമായിരുന്നു. സീസൺ ഇതുവരെ സാക്ഷ്യം വഹിച്ച ഏറ്റവും ആവേശകരമായ മത്സരം എന്ന് തന്നെ നമുക്ക് ആ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ചേട്ടൻ പാണ്ഡ്യയും അനിയൻ പാണ്ഡ്യയും തമ്മിൽ നേർക്കുനേർ വന്ന പോരാട്ടം, വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നേരിട്ട് വന്ന പോരാട്ടം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇന്നലത്തെ മത്സരത്തിന് ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ പകുതി മുക്കാൽ ഭാഗം പിന്നിട്ടപ്പോൾ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെതിരെ വമ്പൻ ജയം നേടും എന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. ആ സമയത്താണ് മുംബൈ ഇന്ത്യൻസിനായി ക്രീസിലൊളിച്ച തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് മനോഹരമായ കൗണ്ടർ അറ്റാക്ക് ഗെയിം കളിക്കുന്നത്. അവർ ശരിക്കും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്രധാന ബോളർമാരെ എല്ലാം തകർത്തെറിഞ്ഞു. അവരെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി പേടിപ്പിക്കുക തന്നെ ചെയ്തു. ആ സമയത്താണ് ഒരു മൈൻഡ് ഗെയിമിന്റെ പ്രസക്തി വരുന്നത്. ചേട്ടൻ കൃണാൽ പാണ്ഡ്യയാണ് റോയൽ ചാലഞ്ചേഴ്സിനായി ഈ മൈൻഡ് ഗെയിം ആസൂത്രണം ചെയ്തത്. ചേട്ടൻ കൃണാൽ പാണ്ഡ്യ നേരിടുന്നത് അനിയൻ ഹാർദിക് പാണ്ഡ്യയെ. ഓവറിലെ 2-3 പന്തുകളിൽ അനിയൻ പാണ്ഡ്യ വളരെ കൂളായി സിക്സുകൾ അടിക്കുന്നു. ഈ അനിയനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ചേട്ടൻ പാണ്ഡ്യ വളരെ കൂളായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പതുക്കെ ഒന്ന് ഷൂലേസ് ഒക്കെ കെട്ടി സമയം ഒന്ന് ഡൗൺ ചെയ്യുന്നു. തുടർച്ചയായ 2 വൈഡുകൾ എറിയുന്നു. അനിയൻ പാണ്ഡ്യയ്ക്ക് ക്ഷമ നശിക്കുന്നു. അനിയൻ പാണ്ഡ്യ ആവട്ടെ അടുത്ത ഓവറിൽ സിംഗിൾ എടുത്ത് തിലക് വർമ്മയ്ക്ക് സ്ട്രൈക്ക് കൈമാറുന്നു. നിങ്ങൾ ആ പോർഷൻ ശരിക്കും ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക. 2-3 പന്തുകളിൽ വളരെ കൂളായി സിക്സുകൾ അടിച്ച ഹാർദിക് പാണ്ഡ്യയുടെ ക്ഷമ നശിക്കുന്ന രീതിയിലാണ് 2 വൈഡുകൾ ചേട്ടൻ പാണ്ഡ്യ എറിയുന്നത്. അതിനുശേഷമുള്ള പന്തിലാണ് സിക്സ് പറക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 2 പന്തുകളിൽ ഉറപ്പായും സിക്സ് ആണ്. കാരണം അനിയൻ പാണ്ഡ്യ അത്രത്തോളം കൂളായിട്ടാണ് ചേട്ടൻ പാണ്ഡ്യയെ ആ സമയത്ത് നേരിട്ടുകൊണ്ടിരുന്നത്. എന്തായാലും കൃണാൽ പാണ്ഡ്യയുടെ മൈൻഡ് ഗെയിമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയങ്ങളിൽ പ്രധാനം.